ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ച് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. ഒരു പൈസ ചെലവുമില്ലാതെ വീട്ടുജോലി എളുപ്പമാക്കുന്നതിനും അതുപോലെ തന്നെ എത്ര കാട് പിടിച്ച മുറ്റവും മരുന്നടിക്കാതെ കുനിഞ്ഞ് നടു ഒടിക്കാതെ നിമിഷ നേരം കൊണ്ട് തന്നെ എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്നതിനും നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം മതി. വീഡിയോ ഫുള്ളായും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരമാവും. ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച ശേഷം കളയുന്ന പേസ്റ്റിൻ്റെ ഈ കവറുണ്ടല്ലോ, ഇത് കളയരുത്. ഇത് മുറിച്ച ശേഷം ഇതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന പേസ്റ്റ് മുഴുവനും ഈ കഞ്ഞിവെള്ളത്തിൽ കഴുകിയെടുക്കുക. നമ്മൾ പേസ്റ്റ് മുഴുവനായി ഞെക്കിയെടുത്താലും അതിനകത്ത് അല്പമൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും. അത് മതി നമുക്കിവിടെ ഉപയോഗിക്കാൻ. ഇതിലേക്ക് ഒരു തുള്ളി ഉജാല കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കോഫി മഗ്ഗുകൾ മുക്കി വെക്കാം. ഈ മഗ്ഗുകളൊക്കെ നമ്മൾ ദിവസവും ഉപയോഗിച്ച ശേഷം പെട്ടെന്നൊക്കെ കഴുകുമ്പോൾ പോകാതിരിക്കുന്ന ഈ പിടിയുടെ സൈഡിലെ ചെറിയ ചെറിയ കറകളും ചായക്കറകളുമൊക്കെ പോകാനായി ഈ ഒരു വെള്ളത്തിൽ 5 മിനിറ്റ് ഒന്ന് മുക്കി വെച്ച ശേഷം വെള്ളത്തിൽ വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇതിൽ എന്തെങ്കിലും കറകളുണ്ടെങ്കിൽ എല്ലാം തന്നെ മാറിക്കിട്ടും. സോപ്പോ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ വെള്ളത്തിലൊന്ന് 5 മിനിറ്റ് മുക്കി വെച്ച ശേഷം പെട്ടെന്നൊന്ന് കഴുകിയെടുത്താൽ മതി. നല്ലതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും. ഇനി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്പൂണുകളും അതുപോലെ കറ പിടിച്ച അരിപ്പകളുമെല്ലാം ഈ ഒരു സൊല്യൂഷനെ 5 മിനിറ്റ് ഒന്ന് മുക്കി വെച്ച ശേഷം ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. എല്ലാം പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നിറം മങ്ങിയ സ്റ്റീൽ പാത്രങ്ങളും ഫൈബറിൻ്റെ പാത്രങ്ങളുമെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് തിളക്കമുള്ളതാക്കാം. നമ്മൾ ഡെയിലി കഴുകുന്ന എല്ലാ പാത്രങ്ങളും ആഴ്ചയിൽ ഒരു ദിവസം ഈ രീതിയിലൊന്ന് കഴുകിയെടുത്താൽ മതി. പുതിയതുപോലെ തിളക്കമുള്ളതാക്കാം. സോപ്പ് ഉപയോഗിക്കുമ്പോൾ കയ്യിലൊക്കെ അലർജി ഉള്ളവർക്കും ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ മഗ്ഗ് വെക്കുന്ന ഇതുപോലുള്ള സ്റ്റാൻഡുകളും സ്പൂൺ സ്റ്റാൻഡുകളുമെല്ലാം നമുക്ക് ഈ സൊല്യൂഷനിൽ മുക്കി ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് ഉരച്ചു കൊടുത്താൽ മാത്രം മതി. സോപ്പും വേണ്ട, സ്ക്രബ്ബർ ഉപയോഗിച്ച് കണ്ടമാനം ഉരച്ചെടുക്കുകയും വേണ്ട. ഒന്ന് കഴുകി എടുക്കുമ്പോഴേക്കും പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും. ഇനി നല്ലതുപോലെ ചെളിയുള്ള ഈ സ്പൂൺ സ്റ്റാൻഡും ഈ സൊല്യൂഷനെ മുക്കിയെടുത്ത് നമുക്ക് പുതിയതുപോലെ തന്നെ ആക്കിയെടുക്കാം. ഇങ്ങനെ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളവും വലിച്ചെറിയുന്ന പേസ്റ്റിൻ്റെ കവറും ഒരു തുള്ളി ഉജാലയും മാത്രം മതി. വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും നമുക്ക് പുതിയതുപോലെ തന്നെ ആക്കിയെടുക്കാം. ഈ വെള്ളം കളയരുത്. ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുത്താൽ വീട്ടിലുള്ള മിക്ക സാധനങ്ങളും ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാം. ഇത് നമ്മുടെ കിച്ചൺ സിങ്കിലും പൈപ്പിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം കഴുകിയെടുത്താൽ നമ്മുടെ സിങ്കും പൈപ്പും ഒക്കെ പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി. എത്ര അഴുക്ക് പിടിച്ച പൈപ്പാണെങ്കിലും ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്നത്. ഈ ഒരു സൊല്യൂഷൻ വെച്ച് കിച്ചൺ സിങ്കും നമുക്ക് ക്ലീൻ ചെയ്യാം. സ്റ്റീലിൻ്റെയൊക്കെ സിങ്ക് കുറച്ചു കാലം ഉപയോഗിക്കുമ്പോൾ മങ്ങി വരാറുണ്ട്. അതൊക്കെ മാറി പുതിയതുപോലെ തിളങ്ങാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മതി. നമ്മൾ തിരക്കിട്ടൊക്കെ ജോലി ചെയ്യുമ്പോൾ എന്തായാലും സിങ്കിലും പൈപ്പിലുമൊക്കെ ഒരുപാട് അഴുക്ക് പിടിക്കും, പ്രത്യേകിച്ചും എണ്ണമയമുള്ള പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ. അതുപോലെ കൗണ്ടർ ടോപ്പിലും എല്ലാം ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാലും സ്റ്റൗവിനോട് ചേർന്നുള്ള ഭിത്തിയിലെ ടൈലിനുമൊക്കെ എണ്ണമെഴുക്ക് കാണാറുണ്ട്. ഈ ഒരു സൊല്യൂഷൻ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് കറകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന സൈഡിലൊക്കെ ഇത് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. എല്ലാം പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും. ബാത്റൂമിലെ പൈപ്പുകളും നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ബാത്റൂം ടാപ്പുകളിലും മറ്റും സോപ്പ് പതയൊക്കെ തെറിച്ച് പുള്ളി പിടിച്ച് നിറം മങ്ങിയായിരിക്കും ഇരിക്കുന്നത്. ഈ സൊല്യൂഷൻ അല്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ചൊന്ന് ഉരച്ചാൽ മാത്രം മതി. പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്നത് കാണാൻ പറ്റും. ലൈവായിട്ട് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കാണാം. ഈ സൊല്യൂഷൻ വെച്ച് നമുക്ക് കണ്ണാടികളും ക്ലീൻ ചെയ്യാം. കണ്ണാടിയിലൊന്ന് സ്പ്രേ ചെയ്ത ശേഷം ഒരു ടിഷ്യൂ കൊണ്ടോ ന്യൂസ് പേപ്പർ വെച്ചോ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. നല്ല ക്ലീനായി കിട്ടും. ഇനി നമ്മുടെ ഈ സൊല്യൂഷനിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ തിളച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കിച്ചൺ ടവലുകൾ ഇതിലൊന്ന് 10 മിനിറ്റ് മുക്കി വെച്ച് കഴുകിയെടുത്താൽ അതിലുണ്ടാവുന്ന മഞ്ഞക്കറകളും എണ്ണമയവും എല്ലാം മാറി നല്ല ക്ലീനായി തന്നെ കിട്ടും. കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലുകളിൽ മിക്കപ്പോഴും കറിയൊക്കെ പിടിച്ച് ബാഡ് സ്മെല്ലും വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ 10 മിനിറ്റ് മുക്കിയ ശേഷം കഴുകിയെടുത്താൽ മതി. ഇതിൽ കഞ്ഞിവെള്ളം കൂടി ഉപയോഗിച്ചതുകൊണ്ട് ഈ തുണികൾ ഒരുപാട് നാൾ ഈട് നിൽക്കുന്നതുമാണ്.
10 മിനിറ്റിന് ശേഷം പുറത്തെടുത്ത് നമ്മൾ സാധാരണ കഴുകുന്നത് പോലെ കഴുകിയെടുക്കുക. ഇതിലെ കറകളും എണ്ണമെഴുക്കും എല്ലാം പോയി നമുക്ക് പുത്തൻ ടവലുകൾ പോലെ ആക്കിയെടുക്കാൻ പറ്റും. എത്ര അഴുക്ക് പിടിച്ച കിച്ചൺ ടവലുകളും തോർത്തുകളും എല്ലാം നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. സൗന്ദര്യ സംരക്ഷണത്തിനും കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. ഇതുപോലുള്ള ഐസ് ട്രേയിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തണുപ്പിച്ച ഐസ് ക്യൂബുകളാക്കി എടുക്കുക. പുറത്തൊക്കെ പോയി വരുമ്പോൾ മുഖത്തും കയ്യിലുമൊക്കെയുള്ള കരിവാളിപ്പ് മാറാൻ ഈ ഐസ് ക്യൂബ് ഒരു ടിഷ്യൂവിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ വെച്ച് ഒന്ന് മസാജ് ചെയ്താൽ മതി. മുഖത്തും കയ്യിലുമൊക്കെയുള്ള കരിവാളിപ്പ് മാറിക്കിട്ടും. വില കൊടുത്ത് ഫേസ് വാഷ് ഒന്നും വാങ്ങണ്ട. ഈ കഞ്ഞിവെള്ളം കൊണ്ടുണ്ടാക്കിയ ഐസ് ക്യൂബ് മാത്രം മതി. ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഇനി ഒരു ഫേസ് വാഷും നമുക്ക് വേണ്ട. കഞ്ഞിവെള്ളം കൊണ്ടുള്ള അടുത്ത ടിപ്പെന്ന് കണ്ടു നോക്കാം. മഴക്കാലമായപ്പോൾ എല്ലാവരുടെ മുറ്റത്ത് പെട്ടെന്ന് തന്നെയാണ് പുല്ലുകൾ കിളിർക്കുന്നത്. മരുന്നടിക്കാതെ കുനിഞ്ഞ് നടു ഒടിക്കാതെ എത്ര കാട് പിടിച്ച മുറ്റവും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കുക. കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് 2-3 പിടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് സോപ്പ് പൊടി കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ചേർത്ത് കൊടുത്ത കല്ലുപ്പ് നല്ലതുപോലെ അലുത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി ഏതെങ്കിലും സ്പ്രേ ബോട്ടിലോ ഇതുപോലെ മരുന്നടിക്കുന്ന ബോട്ടിലുണ്ടെങ്കിൽ അതിലോ നിറച്ച് കൊടുത്ത് നമ്മുടെ മുറ്റത്തുള്ള പുല്ലുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ കൈകൊണ്ട് പറിച്ചെടുക്കുന്നത് പോലെ തന്നെ നല്ല ക്ലീനായി വളരെ എളുപ്പത്തിൽ തന്നെ പുല്ലുകളെല്ലാം പറിച്ചു കളയാൻ പറ്റും. നല്ല വെയിലുള്ള സമയം 2 മണിക്കൂർ കൊണ്ട് തന്നെ പുല്ലുകളെല്ലാം വാടിക്കിട്ടും. നമുക്ക് പറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള പുല്ലുകൾ പോലും ഇങ്ങനെ നമുക്ക് കരിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ പുല്ലുകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 ദിവസം അടുപ്പിച്ച് സ്പ്രേ ചെയ്ത പുല്ലും കളകളും എല്ലാം ഇല്ലാതാക്കി എടുക്കാൻ പറ്റും. മഴയില്ലാത്ത സമയത്ത് വേണം ഇങ്ങനെ ഉപയോഗിക്കാൻ. നല്ല വെയിലുള്ള സമയത്ത് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. എങ്കിലേ പൂർണ്ണ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് സമയം നല്ല വെയിൽ കൊള്ളണം. എങ്കിലേ പുല്ലുകളെല്ലാം കരിഞ്ഞു കിട്ടുകയുള്ളൂ. നമുക്ക് പറിച്ചെടുക്കാൻ പാടുള്ള പായൽ പോലുള്ള പുല്ലുകളും മിറ്റിലിനുള്ളിലൊക്കെ കിളുത്ത് വരുന്ന പുല്ലുകളുമൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത് കരിച്ചെടുക്കാം. നല്ല വെയിലുള്ളത് കൊണ്ട് വൈകുന്നേരമായപ്പോഴേക്കും തന്നെ പുല്ലുകളെല്ലാം കരിയാൻ തുടങ്ങി. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപ്പ് പ്രകൃതിക്ക് യാതൊരു ദോഷവും വരുത്തില്ല. കാരണം അത് വളരെ വേഗത്തിൽ വികസിച്ച് മണ്ണിലേക്ക് അലിഞ്ഞു പോകുന്നു. കഞ്ഞിവെള്ളത്തിന് പശയുള്ളത് കൊണ്ട് കഞ്ഞിവെള്ളവും സോപ്പ് പൊടിയും ഇലകളിലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത മിക്സിനെ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്നു. വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഇങ്ങനെ മുറ്റം ക്ലീൻ ചെയ്യാം. ഇനി മഴയുള്ള സമയമാണെങ്കിൽ ഇതുപോലുള്ള ക്ലീനിങ് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് മുറ്റത്തെയും പറമ്പിലെയും എല്ലാം പുല്ലുകൾ കളയാൻ പറ്റും. എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലുള്ള ക്ലീനിങ് ബ്രഷുകൾ ഉണ്ടാവും. ബ്രഷിൻ്റെ പല്ലുകളെല്ലാം മുറിച്ച് മാറ്റിയ ശേഷം ഈ ബ്രഷിൻ്റെ താഴ്ഭാഗത്ത് വെക്കാൻ പറ്റുന്ന അളവിൽ ഒരു തടിപ്പീസ് വെച്ച് പിടിപ്പിക്കുക. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിക്കുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനിയും വേണ്ടത് ഹാക്സോ ബ്ലേഡാണ്. വീതിയുള്ള ഹാക്സോ ബ്ലേഡ് തന്നെ എടുക്കുക. ഇതിൽ നേരത്തെ പിടിപ്പിച്ചിരുന്ന ബ്ലേഡിൻ്റെ മൂർച്ച പോയപ്പോൾ മാറ്റിയതാണ്. നേരത്തെ പിടിപ്പിച്ച ഹോൾ ഉള്ളതുകൊണ്ട് ആ ഹോളിലേക്ക് തന്നെ നമുക്ക് ഈ ബ്ലേഡ് ഉറപ്പിച്ചു കൊടുക്കാം. ഇത് സെൻറ്ററിലും മുകളിലും പിടിപ്പിക്കാതെ താഴ്ഭാഗത്ത് തന്നെ പിടിപ്പിച്ചു കൊടുക്കണം. എങ്കിലേ വൈപ്പർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പിടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റൂ. 1/2 ഇഞ്ച് നീളമുള്ള സ്ക്രൂ ആണ് എടുത്തിരിക്കുന്നത്. ബ്ലേഡിൻ്റെ മറ്റേ അറ്റം ചെറുതായി വളച്ചു കൊടുത്ത ശേഷം സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ആണി ഉപയോഗിക്കാതെ സ്ക്രൂ ഉപയോഗിച്ചത് കൊണ്ടാണ് നമുക്ക് ബ്ലേഡ് ഈസിയായി മാറ്റി പിടിപ്പിക്കാൻ പറ്റിയത്. 2 സൈഡും നല്ലതുപോലെ തന്നെ ടൈറ്റ് ചെയ്തെടുക്കുക. ഇതുകൊണ്ട് നമുക്ക് കുനിയാതെ തന്നെ മുറ്റത്തെ പുല്ലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ പറിച്ചെടുക്കാം. എത്രമാത്രം ഉറച്ചിരിക്കുന്ന പുല്ലുകൾ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റും. വൈപ്പർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ യൂസ് ചെയ്താൽ മതി. ഈസി ആയിട്ട് തന്നെ പുല്ലുകളെല്ലാം പോയി കിട്ടും. ഇതുപോലുള്ള വലിയ പുല്ലുകളും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കളയാം. തൂമ്പയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് മണ്ണ് പോവും. കൈകൊണ്ട് പറിക്കാൻ പറ്റാത്ത പുല്ലുകൾ പോലും നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് പോലും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് പുല്ല് കരിക്കാനായി കെമിക്കലും വേണ്ട, പെട്രോളും വേണ്ട. ഈ 2 രീതിയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻസിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.